മാതാവിന്റെ പേര് സരസ്വതി എന്നാണ്. മതിൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ മാർച്ച് മാസത്തിൽ നമ്മുടെ ചർച്ച് ഡെഡിക്കേഷന് ശേഷമുള്ള സർവീസിൽ ഈ ആൻറ്റി വരുന്നത്. ആ വരുന്ന സമയത്ത് തന്നെ എനിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റിൽ ഇടതുഭാഗം ചിമ്മലും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു റെസ്റ്റും എടുത്തില്ല. എൻ്റെ ഭർത്താവ് എന്നെ പറത്തി ജോലി ഒരു റെസ്റ്റും എടുക്കാൻ പറ്റത്തില്ല. എനിക്ക് എൻ്റെ വീട് ഞാനാ കഴിയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എൻ്റെ പറയുന്നത് എനിക്കൊരു ആക്സിഡന്റ് പറ്റി തൻ്റെ ഇടതുഭാഗത്ത് ജോയിന്റുകളെല്ലാം തകർന്നു. അതിൻ്റെ ഭാരവും പ്രയാസത്തോടെ ആലെത്തി വരുന്നത്. അന്ന് ഈ ആൻറ്റി മാതാവിനെ എഴുന്നേൽപ്പിച്ചു, ആലോചന പറഞ്ഞു, പ്രാർത്ഥിച്ചു, നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എനിക്ക് സ്റ്റെയർ കയറാനൊന്നും പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഈ സ്റ്റെപ്പ് തന്നതിനായ സ്തോത്രം. നമ്മുടെ ചെക്കിങ് മൊത്തം ഈ സ്റ്റെയറിലാണ് നടക്കുന്നത്. ചെക്ക് ചെയ്തിട്ട് വന്നപ്പോൾ തനിക്ക് ആ വേദനയില്ല. അപ്പോൾ തനിക്ക് ജോലിക്ക് പോലും പോകാൻ കഴിയത്തില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചു, യേശു തന്നെ തൊട്ടു. ഈ മാതാവ് പറഞ്ഞത്, ഞാനിവിടെ വന്ന് ആരാധനയ്ക്ക് വന്നു, ഒരു ആക്സിഡന്റ് പറ്റി തന്റെ ഇടതു ഭാഗത്ത് തനിക്ക് നടക്കാനോ ജോലി ചെയ്യാനോ ഒന്നും കഴിയത്തില്ല. പക്ഷെ പ്രാർത്ഥന വന്ന് ദൈവാത്മാവ് തന്നെ തൊട്ട് പരിപൂർണ്ണ സൗഖ്യമായി. അത് മുഖാന്തരം തന്റെ മകനെ കൊണ്ടുവന്നു. മുമ്പ് ആരെങ്കിലും പോയിട്ടുണ്ട്? കോട്ടയം പള്ളി വരെ പോയി ദാനം ഇരുന്നിട്ടുണ്ട്. പനക്കൽ അച്ഛൻ വരെ എൻ്റെ തലയെ അതൊന്നും. പക്ഷെ എനിക്കിങ്ങനെ വന്നു ഒരുപാട് ആരാധന കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഒരുപാട് ലഹരി പറഞ്ഞാൽ ഞാൻ ഉപയോഗിച്ച ലഹരിയൊന്നും ആരും ഉപയോഗിച്ച് കാണുന്നില്ല. എല്ലാത്തിനും പക്ഷേ ഇപ്പൊ വീഡിയോയിലാണ് ഇവിടെ താൻ ഒത്തിരി ആരാധനയ്ക്ക് പോയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. മദ്യപാനം, കഞ്ചാവ്, ഒരുപാട് ലഹരിയുണ്ട്. ഒന്നുമില്ല, എല്ലാം വീട് കിട്ടി. ഒരു 13 ലക്ഷം രൂപ ചെലവായി. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വണ്ടി പോയി. 2 മാസമേ ഉള്ളൂ നമ്മുടെ കൂട്ടായ്മ വന്നിട്ട്. അതും 2-3 തവണ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ വന്ന സമയത്ത് ആത്മാവ് ആ പറഞ്ഞ ദൂതുമായി ബന്ധപ്പെട്ട ഒരു അടയാളം പറഞ്ഞു. 3 മാസത്തിനകത്ത് ദൈവത്തിന് ഒരു താക്കോൽ ഏൽപ്പിക്കും. നിങ്ങൾ സാക്ഷ്യം കേട്ടോ. താൻ മദ്യപാനത്തിൽ നിന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ പലയിടങ്ങളിൽ പോയി നടന്നില്ല. ഞാൻ പറയുന്നത് സഭയുടെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച വ്യക്തിയുടെ അല്ല ഞാൻ വീണ്ടും പറയുന്നു. പക്ഷെ ഈ മനുഷ്യനോട് ദൈവത്തിന് ഒരു വലിയ പ്രവൃത്തി ചെയ്യാറുണ്ട്. തനിക്ക് ഭവനമില്ല. താൻ പറഞ്ഞത് ശവക്കോട്ട പോലെ കിടക്കുന്ന ചായ വെക്കുന്ന ഒരു ചെറിയ കൂരയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വന്നത്. കഴിഞ്ഞ ദിവസം വീടിന്റെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് ഈ പ്രിയ കുടുംബം എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മളെ സംബന്ധിക്കാൻ വേണ്ടി ആയിരിക്കും വിളിച്ചതെന്ന് വിചാരിച്ചു. പിന്നീട് പറയുന്നത് ആ സമർപ്പണ ശുശ്രൂഷ നമ്മൾ തന്നെ ചെയ്യേണ്ടത്. സങ്കീർത്തനം 24 വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് സൈന്യങ്ങളുടെ യഹോവ കർത്താവ് ഇന്നു മുതൽ ഈ ചോദിച്ചു മോൻ ഓക്കെയാണോ? പക്ഷെ മോൻ പറഞ്ഞു ഭാഷ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ ഒരാൾ അത് ചെയ്യാൻ പാടാണ്. ഞങ്ങൾ ചെന്നപ്പോൾ ഇവരുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും വലിയ നമുക്കറിയാം, പ്രത്യേകിച്ച് പെന്തക്കോസ്തിൽ നിന്ന് അത് വീട് പ്രാർത്ഥിച്ച് കൊടുക്കുമ്പോൾ ഇഷ്ടാനിഷ്ടങ്ങൾ ഒത്തിരി പേർക്കുണ്ടായിരിക്കാം. പക്ഷെ ഈ മാതാവോ ഈ മകനോ കുടുംബമോ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. കാരണം ദൈവം തന്ന ഭവനത്തെ, ആ ഭവനത്തിന്റെ ഫോട്ടോ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ ഇടാം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഈ കുടുംബത്തിന് നൽകി. മാതാവിന്റെ വീടുകൾ തലമുറയുടെ മദ്യപാനം അല്ലെങ്കിൽ ആ കുടുംബത്തിനകത്ത് നഷ്ടപ്പെട്ടതിനെ റെസ്റ്റോർ ചെയ്തു കർത്താവ്. മനസ്സിലായത്? ഞാൻ പറയും, ഇതിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ സാക്ഷ്യം കേൾക്കുന്ന കുടുംബങ്ങളോട് പറയാം, തനിക്ക് അല്ലെങ്കിൽ തന്റെ മദ്യപാനത്തിന്റെ ലഹരി പദാർത്ഥങ്ങളിൽ കുടുംബത്തിനകത്ത് ആ സ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി താൻ ഒരുപാട് സ്ഥലങ്ങളിൽ താൻ സഞ്ചരിച്ചാണ്. 2 മാസമേ ആയിട്ടുള്ളൂ നമ്മുടെ കൂട്ടായ്മയിൽ വന്നിട്ട്. പക്ഷെ കർത്താവ് ഇന്ന് ഈ കുടുംബത്തെ അനുഗ്രഹിച്ചെന്ന് അടയാളം.
കർത്താവ് രോഗസൗഖ്യത്തെ കൊടുത്തു, മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനത്തെ സ്വർഗം കൊടുത്തു. സന്തോഷമാണ്, ഒരുപാട് സന്തോഷമുണ്ട്. കിട്ടുമെന്നൊരു സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. അതിലുപരി ദൈവിക സമാധാനം. സഭ ഒരുമിച്ച് വലുതേരം ഉയർത്തി പ്രാർത്ഥിച്ചു. കർത്താവേ, ഈ സാക്ഷ്യങ്ങളെന്നും എക്കാലവും നിലനിൽക്കുന്ന സാക്ഷ്യമാവണമേ. ഇനി ജീവിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയല്ല, എന്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ സാക്ഷ്യങ്ങൾ അനേകരോട് പറയുവാൻ. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി നിൽക്കുന്ന യൗവനക്കാരെ കർത്താവിലേക്ക് തിരിച്ചു പിടിക്കുവാൻ കർത്താവ് ഇവരെ വലിയ അടയാളമാക്കി മാറ്റണം. ഞങ്ങൾ സഭ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇവിടെ രോഗസൗഖ്യം അതുകൊണ്ട് തീർന്നില്ല. ഒരു രാത്രി തന്റെ ശരീരത്തിനകത്ത് ഒരു പാമ്പ് കടിച്ചു, കയ്യില് വിഷം. ഉറങ്ങിക്കിടന്ന സമയത്ത് അതൊരു പാമ്പ് കടിച്ചു. അന്നേരം എന്നെ വിളിച്ചു എനിക്കൊന്ന് രാത്രി 1:15 മണിക്ക് എന്നെ വിളിച്ചു. ഞാൻ കോട്ടയത്ത് എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് കിടന്ന സമയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കർത്താവ് യേശു പറഞ്ഞു, വിഷകരമായി യാതൊന്നും വിളിച്ചാലും ഇത് വരുന്നില്ല, എനിക്ക് വരുത്തില്ല, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്നു, അവരെ സ്ഥിരീകരിച്ചു. പക്ഷെ ആൾക്ക് ഒരു കുഴപ്പമില്ല. പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്തു. കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ. ഈ സാക്ഷ്യങ്ങൾ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ, ഇന്ന് ഈ സാക്ഷി കേൾക്കുന്ന അനേകരെ തുടർന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.